ഇനിയും ആഭരണം വാങ്ങാൻ കാത്തിരുന്നാൽ നഷ്ടം സംഭവിക്കാം. ആകയാള സ്വർണ്ണവില ഉയരുന്നു. സ്വർണ്ണാഭരണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണിത്. കസ്റ്റംസ് തീരുവ 6% കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ ഇടിവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. പവന് 2500 രൂപയ്ക്ക് മുകളിൽ വില കുറഞ്ഞു. അതുമാത്രമല്ല, കുറഞ്ഞ വില പിന്നീട് ഇതുവരെ മുകളിലേക്ക് ഉയർന്നില്ല എന്നതും ആശ്വാസം പകരുന്ന കാര്യമാണ്. അതേസമയം സ്വർണ്ണവിലയിലെ ഇടിവ് അധികകാലം തുടരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആകയാള സ്വർണ്ണവില ഉയരുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില: ഇന്നലെ പവന് 760 രൂപയും ഗ്രാമിന് 95 രൂപയും താഴ്ന്നിരുന്നു. പവന് 51,200 രൂപ എന്ന നിരക്കിലായിരുന്നു വ്യാപാരം. ഗ്രാമിന് 6,400 രൂപ. ഈ മാസം സ്വർണ്ണത്തിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. 7 ദിവസം കൊണ്ട് പവൻ 3,800 രൂപയാണ് കുറഞ്ഞത്. ജൂലൈ 17-ന് രേഖപ്പെടുത്തിയ 55,000 രൂപയാണ് ഈ മാസത്തെ സ്വർണ്ണത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം. 53,000 രൂപയിലായിരുന്നു സ്വർണം ഈ മാസം വ്യാപാരം ആരംഭിച്ചത്. ആഭരണം വാങ്ങാൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴാൾ പവന്റെ വിലയാടാപ്പം പണിക്കൂലി, നികുതി, ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയ കൂടി നൽകണം. ശരാശരി 5% പണിക്കൂലി, 3% ജിഎസ്ടിയും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 56,000 രൂപ നൽകേണ്ടിവരും. ആകയാള സ്വർണ്ണവില: ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,372.56 നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും തിരിച്ചിറങ്ങുന്നു. പവന് ഇന്ന് കുറഞ്ഞത് 800 രൂപ. ഇന്ന് ജൂലൈ 26 വെള്ളിയാഴ്ച. കേരളത്തിൽ ഇന്നത്തെ 18 കാരറ്റ് സ്വർണ്ണവില: 1 ഗ്രാമിന് 82 രൂപ കുറഞ്ഞ് 5,155 രൂപയായി. പവന് 656 രൂപ കുറഞ്ഞ് 41,240 രൂപയായി. കേരളത്തിൽ ഇന്നത്തെ 22 കാരറ്റ് സ്വർണ്ണവില: 1 ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 6,300 രൂപയായി. പവന് 800 രൂപ കുറഞ്ഞ് 50,400 രൂപയായി. കേരളത്തിൽ ഇന്നത്തെ 24 കാരറ്റ് സ്വർണ്ണവില: 1 ഗ്രാമിന് 212 കുറഞ്ഞ് 6,873 രൂപയായി. പവന് 1,696 രൂപ കുറഞ്ഞ് 5,498 രൂപയായി.